ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബുധനാഴ്ചയായ ഇന്ന് ഗ്രഹങ്ങളുടെ ചലനം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്ന് അറിയാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അതിനു മുമ്പ് ഇന്നത്തെ ശുഭദിനത്തിൻ്റെ പഞ്ചാംഗം നമുക്ക് പരിശോധിക്കാം. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് 2026 ജൂൺ 24 ബുധനാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദശമി തിഥിയാണ്. ചിത്ര നക്ഷത്രമാണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:42 സൂര്യാസ്തമയം വൈകുന്നേരം 7:16 ശുഭകാര്യങ്ങൾക്കായി ഏറ്റവും ഉത്തമമായ അഭിജിത് മുഹൂർത്തം അഭിജിത് ഉച്ചയ്ക്ക് 12:02 മുതൽ 12:56 വരെയാണ്. എന്നാൽ ഉച്ചയ്ക്ക് 12:29 മുതൽ 2:11 വരെയുള്ള രാഹുകാല സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഇനി നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേടം രാശിക്കാരെ, മീനം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം നിങ്ങളുടെ പഴയ ആശയക്കുഴപ്പങ്ങളെ ദൂരീകരിച്ച് മനസ്സിന് വലിയൊരു ശാന്തി നൽകുകയും നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യും. ദിവസങ്ങളോളം നിങ്ങളെ അലട്ടിയ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ അവസാനിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകുകയും അത് നിങ്ങളുടെ ദൈനംദിന പെരുമാറ്റത്തിലും തൊഴിൽ ജീവിതത്തിലും പ്രതിഫലിക്കുകയും ചെയ്യും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ വിദഗ്ധരുടെ അനുഭവമനുസരിച്ച് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈ പ്രവചനങ്ങൾ സത്യമാക്കാൻ സഹായിക്കും. കാരണം ഇത് പോസിറ്റീവ് ഊർജത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനിഗ്രഹത്തിന് പ്രാധാന്യമുള്ളതിനാൽ ധ്യാനമല്ലെങ്കിൽ പ്രാർത്ഥനകൾ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും. പരിഹാരം: ഇന്ന് കുറച്ചു സമയം പ്രകൃതിയുമായി ഇണങ്ങി ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, തുലാം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളെ അല്പം ആശയക്കുഴപ്പത്തിലാക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്തേക്കാം. കുറച്ചു സമയം ഏകാന്തമായിരിക്കാൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് മാനസികമായി ഉന്മേഷം വീണ്ടെടുക്കാൻ സഹായിക്കും. അമിതമായ ജോലിഭാരവും വിശ്രമവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പലപ്പോഴും ജോലിയിൽ അമിതമായി മുഴുകുന്നവരായതിനാൽ വിശ്രമിക്കാനും ജീവിതത്തിൽ അല്പം ചിട്ടയും ക്രമവും കൊണ്ടുവരാനും പഠിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി പ്രധാനപ്പെട്ടതോ ശുഭകരമോ ആയ കാര്യങ്ങൾ വൈകുന്നേരം 5 മണിക്ക് മുൻപായി ആസൂത്രണം ചെയ്യുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യവും പോസിറ്റീവ് ഊർജവും ആകർഷിക്കാൻ നിങ്ങളെ സഹായിക്കും. ഈ വർഷം രാഹുവിന്റെ സ്വാധീനം ശക്തമായതിനാൽ മാനസിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ഒരു രത്നമോ അല്ലെങ്കിൽ വിശുദ്ധ വസ്തുവോ കൈവശം വെക്കുന്നത് നല്ലതാണ്. പരിഹാരം: ഇന്ന് ജോലിയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്ത് വിശ്രമിക്കുക. പ്രിയ മിഥുനം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിലാണ്. പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കുന്ന ഈ മനോഹരമായ സമയം നിങ്ങളെ ദിവസം മുഴുവൻ വൈകാരികവും സന്തോഷവാനുമാക്കും. നിങ്ങൾ സ്നേഹിക്കുന്നവർക്കൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാൻ ഇന്നത്തെ ദിവസം വളരെ മികച്ചതാണ്. നിങ്ങളുടെ ഗ്രൂപ്പിലെ ഓരോ അംഗവും നിങ്ങൾ അവർക്കായി നൽകുന്ന സമയത്തെ വളരെയധികം ബഹുമാനിക്കും. നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ പ്രായം എത്രയായാലും അവരോടുള്ള നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുക എന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. ഇത് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും ഐക്യം കൊണ്ടുവരും. വർഷം മുഴുവനും വ്യാഴം ഗ്രഹത്തിന്റെ സ്വാധീനമുള്ളതിനാൽ പുതിയ സമ്പത്ത് ആകർഷിക്കാൻ ഒരു ശുഭവസ്തുവോ യന്ത്രമോ കൈവശം വയ്ക്കുക. ഇന്നത്തെ പരിഹാരം: മാനസിക വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയപ്പെട്ട കർക്കടകം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സുഹൃത് വലയത്തിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഉള്ള ഒരാൾ നിങ്ങളെ കാണാൻ വരാനും നിങ്ങളെ ചിരിപ്പിക്കാനും
നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ വളരെക്കാലമായി കാണാത്ത ഒരാളായിരിക്കാം അത്. അവരെ അഭിനന്ദിക്കാൻ ഒട്ടും മടിക്കരുത്. ഇന്ന് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നിങ്ങളെ ചിരിപ്പിക്കാനും വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധ്യതയുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അർത്ഥവത്തായി തോന്നുകയാണ്. പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നത് പോലെ അവരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾ രണ്ടുപേരുടെയും പരിശ്രമങ്ങളെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. ഈ വർഷം വ്യാഴം നിങ്ങളുടെ വ്യക്തിത്വ വികസനത്തെ സ്വാധീനിക്കുന്നതിനാൽ വികാരങ്ങളെ ശാന്തമാക്കാനും ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കാനും ചില പ്രത്യേക പ്രാർത്ഥനകളോ ധ്യാനമോ ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ പരിഹാരം പഴയ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയും അവരുമായി സമയം ചെലവഴിക്കുകയും ചെയ്യുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ തുടരുന്നതിനാൽ നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തവും സന്തോഷകരവുമായിരിക്കും. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ കുടുംബത്തിലെ മുതിർന്നവരോടൊപ്പം സമയം ചെലവഴിക്കാനായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യം. അവരുടെ ശാരീരികവും മാനസികവുമായ ക്ഷേമം പരിശോധിക്കാൻ ഇതൊരു മികച്ച അവസരമാണ്. അവരെ ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധന നടത്തുക. ദിവസാവസാനം കുടുംബത്തിലെ ഈ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു മാനസിക സംതൃപ്തി നൽകും. ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യകരമായ സമയമായിരിക്കും. ഇന്ന് ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം നൽകും. ഈ വർഷം രാഹുവിൻ്റെ സ്വാധീനം കൂടുതലായതിനാൽ മനസ്സിന് വ്യക്തത ലഭിക്കാൻ ഒരു പ്രത്യേക രത്നം ധരിക്കുന്നത് നല്ലതാണ്. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്ന ഇന്നത്തെ പരിഹാരം ഒരു നല്ല പുസ്തകം വായിക്കുക. ഇത് നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും. പ്രിയ കന്നി രാശിക്കാരെ, തുലാം രാശിയിൽ ചന്ദ്രൻ്റെ സ്ഥാനം കാരണം നിങ്ങളിൽ പലർക്കും ഇന്ന് കൂടുതൽ ആത്മവിശ്വാസം അനുഭവപ്പെടും. കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള മനസ്സുമുണ്ടാകും. എന്നിരുന്നാലും ഗ്രഹങ്ങളുടെ ഈ ചലനം മൂലം നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. അതിനാൽ ജാഗ്രത പാലിക്കുക. പ്രിയപ്പെട്ട ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിങ്ങൾക്ക് ജാഗ്രത പാലിക്കാൻ ഉപദേശിക്കുന്നു. വിഷമിക്കേണ്ട, എല്ലാം നന്നായി നടക്കും. ഇന്ന് നിങ്ങൾക്ക് നീല നിറം ഭാഗ്യകരമാണ്. കന്നി രാശിയുടെ പ്രതിദിന ജാതകം അനുസരിച്ച് വൈകുന്നേരം 4 മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശനിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാനും ക്ഷമയും അച്ചടക്കവും വളർത്താനും ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൈവശം വയ്ക്കുക. ഒരു പുതിയ ഹോബി പരീക്ഷിച്ചു നോക്കൂ. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളിൽ വിശ്വാസമർപ്പിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത ചില എതിരാളികളോ സഹപ്രവർത്തകരോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ ഉപദേശിക്കുന്നത് നിങ്ങൾ പോരാട്ടം തുടരുക എന്നാണ്. കാരണം നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചാൽ വിജയം നിങ്ങളുടേതായിരിക്കും. ജോലിസ്ഥലത്ത് നെഗറ്റീവ് ചിന്തകൾ കടന്നുവരാൻ അനുവദിക്കരുത്. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും നിരാശയെ അകറ്റി നിർത്തുക. തുലാം രാശിയുടെ ഇന്നത്തെ ജ്യോതിഷപ്രകാരം വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് നിങ്ങൾക്ക് നിർഭാഗ്യകരമായേക്കാം. ഓറഞ്ച് നിറം നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ശനിയുടെ ദോഷഫലങ്ങളെ സന്തുലിതമാക്കാൻ ഒരു പ്രത്യേക രത്നമോ ശുഭകരമായ വസ്തുവോ കൈവശം വയ്ക്കുക. പരിഹാരം പതിവായി വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, നിങ്ങൾ ലോൺ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെങ്കിൽ ചന്ദ്രൻ തുലാം രാശിയിലേക്ക് മാറുന്നതിനാൽ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും. താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം അടക്കുന്ന നിയമപരമായ കാര്യങ്ങളും ഇന്ന് പരിഹരിക്കപ്പെടും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നീങ്ങുകയും നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്യും. ഇന്ന് ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന അംഗീകാരവും പ്രശംസയും ആസ്വദിക്കൂ. കാരണം നിങ്ങളുടെ കഴിവും വ്യക്തിത്വവും കൊണ്ട് നിങ്ങൾ അത് നേടിയെടുത്തതാണ്. ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 1 മുതൽ 3:30 വരെയുള്ള സമയം ഉപയോഗിക്കുക. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഈ വർഷം ശനിയുടെ തീവ്രമായ സ്വാധീനമുള്ളതിനാൽ മാനസികമായ ഐക്യം നിലനിർത്താൻ ഒരു ശുഭരത്നം ധരിക്കുകയോ കൂടെ കരുതുകയോ ചെയ്യുന്നത് നല്ലതാണ്. പരിഹാരം മനസ്സിന് കുളിർമയേകുന്ന സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, ഇന്നത്തെ ദിവസം
നിങ്ങൾക്ക് വളരെ തിരക്കേറിയതായിരിക്കും. ജോലിഭാരം കൂടുതലായതിനാൽ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ നിങ്ങൾ ഇന്ന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. കൂടാതെ, ബിസിനസ് ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. അതിനാൽ എന്ത് സാഹചര്യത്തെയും നേരിടാൻ മാനസികമായി തയ്യാറായിരിക്കുക. നിങ്ങൾക്ക് ഏത് തടസ്സത്തെയും മറികടക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് നിങ്ങളുടെ കരിയറിലെ പുരോഗതിക്കായി പ്രധാനപ്പെട്ട മീറ്റിംഗുകളും ജോലികളും ഉച്ചയ്ക്ക് 3 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിൽ ക്രമീകരിക്കാനാണ്. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. വ്യാഴം ഗ്രഹം സമൃദ്ധി നൽകുന്നതിനാൽ സ്ഥിരമായ പുരോഗതിക്കായി ഒരു ശുഭവസ്തു കൂടെ കരുതുകയോ ഉപയോഗിക്കുകയോ ചെയ്യുക. ഇന്നത്തെ പരിഹാരം: എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ ശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങൾ ഇന്ന് പരിശ്രമിക്കും. അംഗീകാരവും സന്തോഷവും വിജയവും എല്ലാം ഒരേ സമയം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അത് എങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക. തുലാം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം ഇന്ന് എല്ലാം സാധ്യമാക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ ഉപദേശപ്രകാരം സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പ്രതീക്ഷകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 4 മണി വരെയുള്ള സമയം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ മാറ്റിവെക്കുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം സീ ഗ്രീൻ അഥവാ കടൽ പച്ചയാണ്. രാഹു നിങ്ങളുടെ ഊർജ്ജത്തെ സ്വാധീനിക്കുന്നതിനാൽ മനസ്സിനെ ശാന്തവും കേന്ദ്രീകൃതവുമാക്കാൻ ഒരു വിശുദ്ധ വസ്തുവോ രത്നമോ കൂടെ കരുതുക. പരിഹാരം: സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയപ്പെട്ട കുംഭം രാശിക്കാരെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ മികച്ചതാണ്. അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തുലാം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം കാരണം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെല്ലുവിളിയായി തോന്നിയേക്കാം. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങൾ ഇന്ന് ജാഗ്രത പാലിക്കുകയും നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിക്കുകയും വേണം. നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പറയുക എന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. എങ്കിലും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നത് ഇന്ന് വളരെ പ്രധാനമാണ്. മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാതെയും വികാരങ്ങൾ ഉള്ളിലൊതുക്കാതെയും ജീവിക്കുമ്പോൾ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങളുടെ ഭാഗ്യസമയം. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് ചുവന്ന നിറത്തിലുള്ള വസ്ത്രമോ വസ്തുക്കളോ ഉപയോഗിക്കുക. ശനി ഗ്രഹത്തിന്റെ ഊർജ്ജത്തെ നിയന്ത്രിക്കുന്നതിനാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ സ്ഥിരത നിലനിർത്താൻ ഒരു വിശുദ്ധ വസ്തുവോ യന്ത്രമോ കൂടെ കരുതുക. ഇന്നത്തെ പരിഹാരം: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, തുലാം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം പുതിയ ആളുകളെ കണ്ടുമുട്ടാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കും. ഇന്ന് അറിവും വിവരങ്ങളും തേടാനുള്ള വലിയൊരു ആഗ്രഹം നിങ്ങൾക്ക് അനുഭവപ്പെടും. താര-സിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഒരാൾ നിങ്ങൾക്ക് വലിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ ഔദ്യോഗികവും വ്യക്തിപരവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആ വ്യക്തി നിങ്ങളെ സഹായിക്കും. മീനം രാശിയുടെ ഇന്നത്തെ ജാതകം അനുസരിച്ച് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം അവരുടെ അനുഭവ വസമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. ഇന്ന് വൈകുന്നേരം 5:15 മുതൽ 6:30 വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തിയാക്കുക. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്ന നിറം മുത്തുപോലെയുള്ള വെള്ള നിറമാണ്. ഈ വർഷം ശനിഗ്രഹത്തിന്റെ തീവ്രത കുറയ്ക്കാൻ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഒരു ശുഭചിഹ്നം സൂക്ഷിക്കുക. പരിഹാരം: ഇന്ന് വീട്ടിൽ തന്നെ ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്യുക.